The next question. Can a quadrilateral ABCD be a parallelogram if angle D plus angle B is equal to 180 degree? നമ്മളോട് പറഞ്ഞത് ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട് ABCD. അത് നമുക്ക് ABCD എന്ന് പറഞ്ഞൊരു പാരലലോഗ്രാം. ഓക്കെ, പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടില്ല, അതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. അതൊരു പാരലലോഗ്രാം ആയിരിക്കുമോ ഇഫ് ആംഗിൾ ഡിയും ആംഗിൾ ബിയും 180 ഡിഗ്രി ആണെങ്കിൽ? എ ബി സി ഡി എന്ന് കൊടുത്തു. നമ്മൾ പറഞ്ഞു ആംഗിൾ ഡിയും ആംഗിൾ ബിയും, അതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സമ്മ 180 ഡിഗ്രി ആണെങ്കിൽ അതൊരു പാരലലോഗ്രാം ആയിരിക്കുമോ? ഇതിന്റെ രണ്ടിന്റെയും സമ്മ 180 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം അല്ലെ. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി, ടോട്ടൽ ആംഗിൾ എന്താ? 360 ഡിഗ്രി. നമ്മൾ പറഞ്ഞത് ആംഗിൾ ഡിയും ആംഗിൾ ബിയും എന്താണ്? 180 ഡിഗ്രി. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എന്ത് വരും? 360 മൈനസ് 180 എന്താ? 180. അപ്പൊ എന്തായിരിക്കണം? ആംഗിൾ എയും ആംഗിൾ സിയും എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ ബിയും ആംഗിൾ ഡിയും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ഉള്ള ഒരു പാരലലോഗ്രാം ആവണമെങ്കിൽ എന്താവണം കണ്ടീഷൻ? ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കണം? ഈക്വലും ആയിരിക്കണം. അപ്പം മേ ബി ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി 180 ഡിഗ്രി ആണെങ്കിൽ അതൊരു പാരലലോഗ്രാം ആണെന്ന് പറയാം. ക്യാൻ ബി, ചിലപ്പം. ഓക്കെ, ചിലപ്പം അത് എന്തായിരിക്കൂല, പാരലലോഗ്രാം ആവാനും സാധ്യതയില്ല. ഓക്കെ, ആവണമെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. അതുപോലെ ആംഗിൾ എയും ആംഗിൾ സിയും 180 ഡിഗ്രി കിട്ടുകയും വേണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയണം? ക്യാൻ ബി, ചിലപ്പോൾ എന്തായിരിക്കും? ഇതൊരു പാരലലോഗ്രാം ആവും. ഡിയും ബിയും 180. ചില ടൈമിൽ നമുക്ക് എന്തായിരിക്കും? അത് സാധ്യത ഉണ്ട്, ബട്ട് എന്താണ്? ചിലപ്പം അത് പാരലലോഗ്രാം ആവണമെന്നില്ല. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആവുമ്പോൾ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? എ ബിയും ഡി സിയും ഈക്വൽ ആണ്. ഓക്കെ, എ ബിയും ഡി സിയും ഈക്വൽ ആണ് 8 സെന്റിമീറ്റർ. നമ്മളോട് പറഞ്ഞു എ ഡി 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, എ ഡി 4 സെന്റിമീറ്റർ ആണ്, ബി സി 4.4 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയുള്ള ഒരു പാരലലോഗ്രാം പോസിബിൾ ആണോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. റീസൺ എന്താ? നമുക്കറിയാം പാരലലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് എ ഡിയും ബി സിയും ഈക്വൽ ആവണം. ബട്ട് ഇവിടെ എ ഡി 4ഉം ബി സി 4.4ഉം ആണ് തന്നത്. അത് രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം എന്ത്? ഇതൊരു പാരലലോഗ്രാം അല്ല. എ ബി സി ഡി ഒരു പാരലലോഗ്രാം ആയിരിക്കൂല. ഇനി നെക്സ്റ്റ് തേർഡ് വൺ എന്താ പറഞ്ഞേ? ആംഗിൾ എ 70 ഡിഗ്രിയാണ്, ആംഗിൾ സി 65 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു പാരലലോഗ്രാം ഉണ്ടാവുമോ എന്ന് ചോദിച്ചേ. നോ, കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അത് രണ്ടും ഈക്വൽ ആവണം. ബട്ട് ഇവിടെ ഒന്ന് 70യും ഒന്ന് 65ഉം ആണ് തന്നത്. അപ്പൊ എ ബി സി ഡി ഒരു പാരലലോഗ്രാം അല്ല. ഓക്കെ, അപ്പം ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി 180 ഡിഗ്രി മേ ബി ആവാം പാരലലോഗ്രാം. ബട്ട് സെക്കൻഡ് ഇതിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് എ ബി സി ഡി ഒരു പാരലലോഗ്രാം ആയിരിക്കൂല. തേർഡ് കേസിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇതെന്തായിരിക്കൂല? ഒരു പാരലലോഗ്രാം ആയിരിക്കൂല. The next question. The measures of two adjacent angles of a parallelogram. ഒരു പാരലലോഗ്രാം ഉണ്ട്, അതിന്റെ അഡ്ജസന്റ് ആംഗിൾസ്, അതാണ് അടുത്തടുത്തുള്ള ആംഗിൾസ് റേഷ്യോ തന്നിട്ടുണ്ട് 3:2. റേഷ്യോ 3:2 തന്നാൽ നമ്മൾ ആ ഒരു മെഷർമെന്റ് കാണാൻ എന്താ ചെയ്യുക? 3 3x ആവും, 2 2x ആവും. എന്നാലല്ലേ നമുക്ക് അതിന്റെ ആംഗിൾ കിട്ടുള്ളൂ. അപ്പം ഒന്ന് 3x ആണ്, ഒന്ന് 2x ആണ്. റേഷ്യോ തരുമ്പോ എപ്പോഴും നമ്മൾ നമ്പേഴ്സ് കാണാൻ അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അഡ്ജസന്റ് ആംഗിൾസ് എന്താണ്? 3:2 ആണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ പാരലലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിൾസും നമ്മളോട് കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം 3x + 2x എന്ന് പറഞ്ഞാൽ എന്താ? 5x അല്ലേ? അപ്പൊ രണ്ട് അഡ്ജസന്റ് ആംഗിൾസിന്റെ സം എന്താ? 180 ഡിഗ്രി അല്ലേ? രണ്ടും അഡ്ജസന്റ് ആംഗിൾസ് ആണ്. അപ്പൊ അതിന്റെ സമ്മ 180 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് പറയാം 5x = 180 ഡിഗ്രി. x = 180 ഡിവൈഡഡ് ബൈ 5. രണ്ട് അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ് പാരലലോഗ്രാമിൽ. ഓക്കെ, അപ്പൊ 180 ഡിവൈഡഡ് ബൈ 5 എന്ത് വരും? 180 ഡിവൈഡഡ് ബൈ 5 3 5s are 15. 3 0.
അപ്പൊ എന്ത് കിട്ടി നമുക്ക് 36. എന്താ കിട്ടിയത്? എക്സ് ആണ് 36. മാറിപ്പോവരുത്. എക്സിന്റെ വാല്യൂ ആണ് എന്ത് 36 ഡിഗ്രി എന്ന് കിട്ടിയത്. ഇവിടെ നമുക്ക് എക്സ് ആണ് വേണ്ടിയത്. നമുക്ക് 3x-ഉം 2x-ഉം അല്ലേ നമ്മളെ ആംഗിൾസ്. അപ്പൊ എക്സ് 36 കിട്ടി. അതുകൊണ്ട് 3x ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 36. 36 ഇൻറ്റു 3 ചെയ്യാം. എന്ത് കിട്ടി? 108 ഡിഗ്രി. അപ്പം ഈ ഒരു ആംഗിൾ 108 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി 2x കാണാം. 2 ഇൻറ്റു 36 72 ഡിഗ്രി. ഓക്കെ, അപ്പൊ 2x 72 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ഈ രണ്ട് ആംഗിൾസും കിട്ടി. ഈ രണ്ട് ആംഗിൾസും കിട്ടിയാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ഈക്വൽ ആണ്. അപ്പൊ ഇത് 72 ആണെങ്കിൽ ഇതും 72 ആയിരിക്കും. ഇത് 108 ആണെങ്കിൽ ഇതും 108 ആയിരിക്കും. ഓക്കെ, അപ്പൊ 72, ഇത് 72, ഇത് 108, ഇത് 108. അപ്പൊ റേഷ്യോ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3:2 തന്നതുകൊണ്ട് ഒരു ആംഗിൾ 3x-ഉം ഒരു ആംഗിൾ 2x-ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അഡ്ജസന്റ് ആംഗിൾസ് ആയതുകൊണ്ട് അതിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 3x + 2x എന്ന് പറഞ്ഞാൽ 5x ആണ്. 5x 180 ആണ്. അത് നമ്മൾ x കണ്ടു 36. x കിട്ടിയത് കൊണ്ട് നമുക്ക് 3x-ഉം കിട്ടി 2x-ഉം കിട്ടി. 108-ഉം 72. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് അതൊക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കണ്ടോ, ടോട്ടൽ 360 കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ആംഗിൾസ് കാണുക റേഷ്യോ തന്നാൽ. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഒരു പാരലലോഗ്രാം ഉണ്ട്. ആ പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് ആംഗിൾസ്, അടുത്തടുത്തുള്ള ആംഗിൾസ് ഈക്വൽ ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ പാരലലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിൾസും കാണാൻ നമുക്ക് പറഞ്ഞു രണ്ട് അഡ്ജസന്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ നമുക്കറിയാം എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാല് എന്താ? രണ്ട് അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ് അല്ലെ? 180 ഡിഗ്രി. അപ്പൊ 2x 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? 180 ഡിവൈഡഡ് ബൈ 2 90 ഡിഗ്രി. അപ്പൊ ഇത് 90 ആയിരിക്കും, ഇത് 90 ആയിരിക്കും. ഇത് 90 ആണെങ്കിൽ ഇതും 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും അല്ലെ? അപ്പൊ ഓരോ ആംഗിളും എന്താണ്? 90 ഡിഗ്രി. എല്ലാ ആംഗിൾസും ഇവിടെ ഈക്വൽ ആണ്. 90 + 90 + 90 + 90 എന്ത് കിട്ടും? 360 ഡിഗ്രി. അപ്പോൾ ഈച്ച് ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ പാരലലോഗ്രാം ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ, 90 ഡിഗ്രി ആണ്. The next question, the adjacent figure HOP is a parallelogram. ഇവിടെ HOPE എന്ന് പറഞ്ഞത് ഒരു പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സും വൈയും സെറ്റും കാണുക. Say the properties you used to find them. ഏത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത് എന്ന് നോക്കണം. ഓക്കെ, അപ്പം ഇവിടെ 70 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലെ? എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പൊ ഇന്റീരിയർ ആംഗിൾ ബൈ ലീനിയർ പെയർ നമുക്ക് എന്ത് പറയാൻ പറ്റും? 180 - 70 എന്താ? ഇവിടെ 110 ഡിഗ്രി ആയിരിക്കും അല്ലെ? ലീനിയർ പെയർ. ഇവിടെ 110 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു പാരലലോഗ്രാം ആണ്. ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഒരു പാരലലോഗ്രാമില് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലേ? അപ്പൊ ആംഗിൾ x ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. പ്രോപ്പർട്ടി ഏതാ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. ഓക്കെ, ഇനി നമുക്ക് എക്സ് കണ്ടു. ഇനി നമുക്ക് വൈയും സെറ്റും കാണണം അല്ലെ? അപ്പം ഇത് 110 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. ഇത് 110ഉം ഇത് 40യും തന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയുള്ള ആംഗിൾ കിട്ടൂലേ? ഇവിടെയുള്ള ആംഗിൾ കിട്ടിയാൽ ആ ആംഗിൾ സെറ്റിന് ഈക്വൽ ആയിരിക്കൂലേ? ഇവിടെയുള്ള ആംഗിൾ 40 ഡിഗ്രി ആണ്. അപ്പൊ 40 ഡിഗ്രി. അപ്പൊ ഇതൊരു സെറ്റ് ഫോം ചെയ്യുന്നില്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾ. അപ്പൊ ആംഗിൾ വൈ എന്തിന് ഈക്വൽ ആണ്? 40 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം ആംഗിൾ y ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ Z എന്തായിരിക്കും? ഇവിടുത്തെ ആംഗിൾ കിട്ടിയാലേ എന്ത് കിട്ടുള്ളൂ? Z കിട്ടുള്ളൂ. ഇവിടുത്തെ ആംഗിൾ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതൊരു ട്രയാങ്കിൾ അല്ലേ? HEP എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസിന്റെ സമ്മും 180 അല്ലേ ഉണ്ടാവുക? അപ്പൊ 110 + 40 + എന്ത് കിട്ടും? ഈ ഒരു ആംഗിള്, ഈ ആംഗിളിന് നമുക്ക് T എന്ന് കൊടുക്കാം. ഓക്കെ, T ഈസ് ഈക്വൽ ടു 180. 110 + 40 എന്താ? 150 + T ഈസ് ഈക്വൽ ടു 180.
T is equal to 180 minus 150. 30 ഡിഗ്രി. അപ്പൊ ഇത് 30 ഡിഗ്രി ആണ്. അപ്പൊ സെറ്റും എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? സെറ്റും എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പം 110ഉം 40യും 30യും അല്ലെങ്കിൽ രണ്ടും നമുക്ക് എന്ത് പറയാ, ഒരു പാരലലോഗ്രാം ആണെങ്കിൽ രണ്ട് സൈഡ്സ് പാരലൽ ആണെങ്കിൽ അതിനൊരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ കണ്ടോ 40യും 30യും കൂടെ 70, ഇവിടെയും എന്താ 70. ഓക്കെ, അപ്പം എക്സ് എന്താ 110 ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ഈക്വൽ. ഇത് 70 ആയതുകൊണ്ട് ലീനിയർ പെയർ ഇത് 110 കിട്ടി. അപ്പൊ എക്സും 110. ഇനി നമുക്കറിയാം എന്താണ് അഡ്ജസന്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതായിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ പിന്നെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ സെറ്റ് ഫോർമുല. അപ്പൊ 40 ഡിഗ്രി എന്തിന് ഈക്വൽ ആയിരിക്കും? വൈക്ക് ഈക്വൽ ആയിരിക്കും. ബൈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി നമുക്കറിയാം ഇത് എന്താണ് 110 പ്ലസ് 40 ഈ ഒരു ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അപ്പം അതെന്താ 30. ഇത് 30 ആണെങ്കിൽ ബൈ ഓൾട്ടർനേറ്റ് ആംഗിൾ നമുക്ക് എന്ത് പറയാ? ഇതും 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ EH എന്ന് പറഞ്ഞ ലൈനും PO പറഞ്ഞ ലൈനും പാരലൽ ആണ്. അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ആണ് HO. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കൂലേ? കണ്ടോ ഈ ഒരു ആംഗിള് 40 പ്ലസ് 30 70 എന്തിന് ഈക്വൽ ആണ്? ഈ ആംഗിളിന് ഈക്വൽ ആണ്. അപ്പൊ ഇത് ഓപ്പോസിറ്റ് ആംഗിൾ 40 പ്ലസ് 30 70 കിട്ടും. ഇവിടെ എന്താണ്? y 40 ആണ്. 40 പ്ലസ് 30 70. ഓക്കെ, Then next, the following figures guns and runs are parallelogram. Find x and y. അപ്പൊ GUNS എന്ന് പറഞ്ഞത് ഒരു പാരലലോഗ്രാം ആണ്. ഇവിടെ നമ്മളുടെ എക്സും വൈയും കാണാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് നോക്കാം. ഇവിടെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, ഈ സൈഡും തന്നിട്ടുണ്ട്, ഇവിടെയും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെയും എല്ലാ സൈഡ്സും തന്നിട്ടുണ്ട്. പാരലലോഗ്രാമില് പ്രോപ്പർട്ടി എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് എന്താ? ഈക്വൽ അല്ലേ ആവുക? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്തൂടെ? എന്താ 3y മൈനസ് 1 ഈസ് ഈക്വൽ ടു, ഈ സൈഡ് എന്തിന് ഈക്വൽ ആണ്? ഈ സൈഡിന് ഈക്വൽ ആണ് 26ന്. GU ഈസ് ഈക്വൽ ടു SN. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് വൈന്റെ വാല്യൂ കണ്ടൂടെ? 3y ഈസ് ഈക്വൽ ടു 26 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 27. അപ്പൊ y ഈസ് ഈക്വൽ ടു 27 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 9. ഓക്കെ, 9. അപ്പൊ y എന്താ? 9. വൈന്റെ വാല്യൂ കണ്ടു. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കാണണ്ടേ? 3x ഈസ് ഈക്വൽ ടു 18 അല്ലെ? ഈ രണ്ട് സൈഡ്സ് GSഉം UN ഈക്വൽ ആയിരിക്കും. ഒരു പാരലലോഗ്രാം ആണ്. അപ്പൊ 3x ഈസ് ഈക്വൽ ടു 18 കിട്ടി. x ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 3. എന്താ 18 ഡിവൈഡഡ് ബൈ 3 വരിക? 6. ഓക്കെ, അപ്പൊ y എന്താ? 9 കിട്ടി. x എന്താ? 6 കിട്ടി. നമുക്ക് 3y മൈനസ് 1 26 ആണ്. 3y 27 ആണ്. y എന്ന് പറഞ്ഞാൽ 27 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 9. ഇനി അതുപോലെ 3xഉം 18ഉം ഈക്വൽ ആണ്. അപ്പൊ x എന്ന് പറഞ്ഞാൽ 18 ഡിവൈഡഡ് ബൈ 3 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 6. അപ്പൊ ഈ ഒരു ഫിഗറിൽ നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടു. ഇനി നമുക്ക് ഇതിൽ നോക്കാം. നമുക്കറിയാം പാരലലോഗ്രാമിൽ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അല്ലേ? അപ്പൊ ഈ 16 ഈസ് ഈക്വൽ ടു എന്താണ്? ഈ 16ഉം x പ്ലസ് വൈയും ഈക്വൽ ആയിരിക്കൂലേ? ഇവിടെ നമുക്ക് 16 ആണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കൂലേ? ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അല്ലേ? ഡയഗണൽ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 16 ഈസ് ഈക്വൽ ടു x പ്ലസ് വൈ. അപ്പൊ നമുക്ക് എക്സോ വൈയോ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നോക്കാം. ഇവിടെ y പ്ലസ് 7ഉം 20യും ഈക്വൽ അല്ലേ? യെസ്, y പ്ലസ് 7 ഈസ് ഈക്വൽ ടു 20. ഇത് നമുക്ക് y കണ്ടൂടെ? y ഈസ് ഈക്വൽ ടു 20 മൈനസ് 7 എന്ത് വരും? 13 അല്ലേ? 13. y 13 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് x കണ്ടൂടെ? x കാണാം. നമുക്കറിയാം x പ്ലസ് 13 ആണ് 16. അപ്പം x ഈസ് ഈക്വൽ ടു 16 മൈനസ് 13 വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പം ആദ്യം നമ്മൾ എന്ത് കാണുക? y പ്ലസ് 7 20 എന്ന് കാണാം. അപ്പൊ y എന്ത് കിട്ടി? 13 ആണെന്ന് കിട്ടി.
ഇനി നമുക്കറിയാം x പ്ലസ് വൈ 16 ആണ്. അപ്പൊ y 13 ആണെങ്കിൽ x എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ഫിഗറും നോക്കാം. ഈ ഒരു ഫിഗറിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് വെച്ചിട്ടാണ് എക്സും വൈയും കണ്ടേ. ഇവിടെ നമുക്ക് ഡയഗണൽസ് ആണ് തന്നത്. നമുക്കറിയാം പാരലലോഗ്രാമില് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എക്സും വൈയും അങ്ങനെ കിട്ടി. ഓക്കെ. The next question. In the above figure, both RISK and CLUE are parallelogram. അപ്പം RISK ഇതൊരു പാരലലോഗ്രാം ആണ്. അതുപോലെ എന്താണ് CLUE ക്ലൂ അതും എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. ഓക്കെ, രണ്ട് പാരലലോഗ്രാം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഈ എക്സിന്റെ വാല്യൂ കാണണം. നമുക്കറിയാം പാരലലോഗ്രാമിൽ എന്തൊക്കെയാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ആംഗിൾ ഐ എന്താ വരിക? 120 ഡിഗ്രി അല്ലേ. കെക്ക് ഈക്വൽ അല്ലേ ആവുക? 120 ഡിഗ്രി. ഇനി നമുക്കറിയാം ഇതാണ് RISK ആണ് കേട്ടോ പാരലലോഗ്രാം. അത് മാറിപ്പോയത്. അപ്പം കെയും എസും അടുത്തടുത്തുള്ള അഡ്ജസന്റ് ആംഗിൾസ് അല്ലേ. അപ്പം ആംഗിൾ എസ് എന്ത് വരും? അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി അല്ലേ ആവുക. അപ്പൊ 180 മൈനസ് 120 എന്ത് കിട്ടി? 60 കിട്ടി. ഓക്കെ, അപ്പൊ ആംഗിൾ എസ് എന്താണ്? 60 ഡിഗ്രി. റീസൺ എന്താ? അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ സപ്ലിമെന്ററി. അപ്പൊ 120യും 60യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 180 ഡിഗ്രി. ഇനി നമുക്ക് ഈ ഒരു പാരലലോഗ്രാം നോക്കാം. അപ്പൊ ഇതെന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം CLUE. അപ്പം L 70 ഡിഗ്രി ആണെങ്കിൽ E എന്തായിരിക്കും? 70 ഡിഗ്രി അല്ലേ ആവുക. കാരണം എന്താ? പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ L 70 ഡിഗ്രി ആണെങ്കിൽ ഇയും 70 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ E ഈസ് ഈക്വൽ ടു 70. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇനി നമുക്കറിയാം എക്സിന്റെ വാല്യൂ അല്ലേ കാണേണ്ടത്. ഇവിടെ ES ഇതെന്ന് പറഞ്ഞത് ഒരു ട്രയാങ്കിൾ അല്ലേ. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിളിൽ എല്ലാ ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി അല്ലേ കിട്ടുക. അപ്പൊ ആംഗിൾ E 70 ഡിഗ്രി ആണ്. ആംഗിൾ S 60 ഡിഗ്രി ആണ്. ആംഗിൾ എക്സ് നമുക്ക് കാണണം. ടോട്ടൽ ആ ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എല്ലാ ആംഗിൾസിന്റെയും സമ്മ് 180 ആയിരിക്കും. അപ്പം 130 ഡിഗ്രി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180. എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 130 എന്ത് വരും? 50 ഡിഗ്രി. അപ്പൊ നമ്മളെ എക്സിന്റെ വാല്യൂ എന്താ? 50 ഡിഗ്രി. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് വേണം ചെയ്യാന്. നമ്മളോട് ഇവിടെ RISKയും CLUEയും ആണ് പാരലലോഗ്രാം ആണ് തന്നത്. ആകെ തന്നത് ഇത് 120, ഇത് 70. ഇത് 120 ആണെങ്കിൽ ഈ എസ് എന്തായിരിക്കും? 60 ആയിരിക്കും. അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം സപ്ലിമെന്ററി ആണ്. അതുപോലെ ഇവിടെ 70 ആണെങ്കിൽ ഈ 70 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ഈക്വൽ ആണ്. അപ്പൊ ഇതൊരു കുഞ്ഞ് ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം ട്രയാങ്കിളിൽ എല്ലാ സൈഡ്സും 180 ഡിഗ്രി ആയിരിക്കും ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ 70 പ്ലസ് 60 പ്ലസ് എക്സ് 180 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എക്സ് എന്ത് കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. നമ്മളെ ക്വസ്റ്റ്യന് എക്സിന്റെ വാല്യൂ കാണാനായിരുന്നു. വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഫിഗർ ഈസ് എ ട്രപ്പീസിയം. ഇതെങ്ങനെ ഒരു ട്രപ്പീസിയം ആവും? വിച്ച് ഓഫ് ഇറ്റ്സ് 2 സൈഡ്സ് ആർ പാരലൽ. ഇതിൽ ഏതൊക്കെ 2 സൈഡ്സ് ആണ് പാരലൽ? നമുക്കറിയാം ട്രപ്പീസിയം 4 സൈഡ്സ് ആയിരിക്കും, ഒരു പെയർ ആയിരിക്കും പാരലൽ അല്ലേ. അപ്പൊ നമുക്കറിയാം 2 പാരലൽ സൈഡിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ആ ട്രാൻസ്വേഴ്സലിന്റെ ഉള്ളിലുള്ള ആംഗിൾസ്, ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആയിരിക്കും. 2 പാരലൽ ലൈനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ആ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾസ് സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നത് 100ഉം 80. അങ്ങനെയാണെങ്കിൽ ഈ ML അല്ലേ നമ്മളെ ട്രാൻസ്വേഴ്സൽ? ML ആണ് നമ്മളെ ട്രാൻസ്വേഴ്സൽ. അപ്പൊ ഇവിടെ പാരലൽ ലൈൻസ് ഏതൊക്കെ? NMഉം KLഉം. NMഉം KLഉം. അതുകൊണ്ടല്ലേ ഈ ML എന്ന് പറഞ്ഞ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് എന്താ? ആംഗിൾ M പ്ലസ് ആംഗിൾ L എന്താ കിട്ടിയത്? 100 പ്ലസ് 80 180 ഡിഗ്രി. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ ഏതാ പാരലൽ? ഏതൊക്കെ 2 സൈഡ്സ് ആ പാരലൽ? MNഉം എന്താണ്? LK അല്ലെങ്കിൽ NMഉം KLഉം ആണ് പാരലൽ. ഓക്കെ, വിച്ച് ഓഫ് ഇറ്റ്സ് 2 സൈഡ്സ് ആർ പാരലൽ? MN ആൻഡ് KL.
ഓക്കെ, അപ്പൊ രണ്ട് സൈഡ്സ് പാരലൽ ആണെങ്കിൽ അതിനൊരു ട്രപ്പീസിയം ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതാണ് നമ്മളെ ML ആണ് ട്രാൻസ്വേഴ്സൽ, നമ്മളെ പാരലൽ ലൈൻസ് NM-ഉം KL-ഉം ആണ്. അപ്പം NM പാരലൽ ടു KL. നമുക്കറിയാം ട്രപ്പീസിയത്തിൽ ആകെ ഒരു പേരേ പാരലൽ ആവൂ അല്ലെ, മറ്റേ പേരെന്തായിരിക്കൂല, പാരലൽ ആയിരിക്കൂല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ, ഇതൊരു ട്രപ്പീസിയം ആണെന്ന് പറയാം. കാരണം എന്താ, വൺ പെയർ ഓഫ് പാരലൽ സൈഡ്സ്, ഒരു പെയറാണ് പാരലൽ സൈഡ്സ്. സോ ദിസ് ഈസ് എ ട്രപ്പീസിയം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് ആംഗിൾ ബി തന്നിട്ടുണ്ട്. AB-യും DC-യും പാരലൽ ആണ്. നമ്മളോട് ആംഗിൾ C കാണാൻ പറഞ്ഞു. നമുക്കറിയാം അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം എന്താണ്, 180 ഡിഗ്രി ആയിരിക്കും. ബട്ട് ഇതൊരു പാരലലോഗ്രാം ആണ്, തന്നിട്ടില്ല അല്ലേ. ബട്ട് നമുക്കറിയാം AB എന്ന് പറഞ്ഞതും DC എന്ന് പറഞ്ഞതും പാരലൽ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ അല്ലേ BC. DC-യും AB-യും പാരലൽ ആണ്, അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ആണ് BC. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സലിന്റെ ഉള്ളിലുള്ള ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ B 120 ആണെങ്കിൽ 120 ഡിഗ്രി പ്ലസ് C ആണ് 180. അപ്പൊ ആംഗിൾ C എന്ത് വരും, 180 മൈനസ് 120 വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ ആംഗിൾ C എന്ത് വന്നു, 60 ഡിഗ്രി എന്ന് വന്നു. ഇത് പാരലലോഗ്രാം ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലെ. പാരലലോഗ്രാം ആണെങ്കിൽ നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും, അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്നൊക്കെ. ബട്ട് ഈ ഫിഗറിൽ ആകെ തന്നത് AB-യും DC-യും പാരലൽ ആണെന്നാ. രണ്ട് പാരലൽ ലൈൻ ഉണ്ടെങ്കിൽ അതിനൊരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ട്രാൻസ്വേഴ്സലിന്റെ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ 180-ന്ന് 120 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി, 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പം ആംഗിൾ C കാണാനായിരുന്നു. ആംഗിൾ C is equal to 60 ഡിഗ്രി. The next question. ആംഗിൾ P കാണണം, ആംഗിൾ S-ഉം കാണണം. If SP parallel to RQ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും പാരലൽ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളോട് എന്താ പറഞ്ഞേ, ഇഫ് യു ഫൈൻഡ് ആംഗിൾ R കണ്ടാൽ ഇസ് ദ മോർ ദാൻ വൺ മെത്തേഡ് ടു ഫൈൻഡ് ആംഗിൾ P. ആംഗിൾ P കാണാനുള്ള വേറെ മെത്തേഡ്സ് ഉണ്ടോന്നാണ്. ആംഗിൾ R 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ SP പാരലൽ ആണ്, RQവും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ അല്ലേ SR. അപ്പൊ ട്രാൻസ്വേഴ്സലിന്റെ ഇന്റീരിയർ ആംഗിൾസ് സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ എന്തായിരിക്കും, സപ്ലിമെന്ററി ആവൂലേ. അപ്പം ഇത് 90 ആണെങ്കിൽ ആംഗിൾ S-ഉം എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. കാരണം SP-യും RQവും പാരലൽ ആണ് തന്നിട്ടുണ്ട്, അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ആണ് SR. അപ്പം രണ്ട് പാരലൽ ലൈനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ആ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ, ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് 90 ആണെങ്കിൽ ഇതും 90. അപ്പൊ ആംഗിൾ S is equal to 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ആംഗിൾ P കാണണം അല്ലെ. ടോട്ടൽ 360 ഡിഗ്രി അല്ലേ ഉണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ടും കാണാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാ, ഈ രണ്ട് പാരലൽ ലൈനെ ഒരു ട്രാൻസ്വേഴ്സൽ, ഈ രണ്ട് പാരലൽ ലൈനെ വേറൊരു ട്രാൻസ്വേഴ്സൽ PQ കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിൾസിന്റെയും സം എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കൂലേ. അപ്പൊ ഇത് 130 ആണെങ്കിൽ ഇതെന്തായിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും അല്ലേ. യെസ്, അപ്പൊ ആംഗിൾ P-യും ആംഗിൾ S-ഉം കിട്ടി. ഉണ്ടോ, അങ്ങനെയും കാണാം. ആംഗിൾ നമ്മളോട് പറഞ്ഞു ആംഗിൾ R നമ്മൾ കണ്ടതുകൊണ്ട് ആംഗിൾ P വേറെ മെത്തേഡിൽ കാണാൻ പറ്റുമോ എന്നാ ചോദിച്ചേ. ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞു, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്വേഴ്സലിന്റെ ഉള്ളിലുള്ള ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. വേറൊരു മെത്തേഡ് എങ്ങനെ, നമുക്കറിയാം ഇതൊരു 4 സൈഡഡ് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ ടോട്ടൽ സമ്മ് 360 അല്ലേ. 90 പ്ലസ് 90 പ്ലസ് 130 പ്ലസ് ആംഗിൾ P is equal to 360. ആംഗിൾ P is equal to 360. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 0 310 പ്ലസ് ആംഗിൾ P is equal to 360. അപ്പൊ ആംഗിൾ P എന്ത് വരും, 360 മൈനസ് 310 വിച്ച് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അങ്ങനെയും കാണാം. ഏത് മെത്തേഡ് വെച്ചിട്ട് ചെയ്താലും നമ്മളെ ആൻസർ 50 ഡിഗ്രി ആയിരിക്കും കിട്ടുക.
ഓക്കെ, അപ്പം രണ്ട് പാരലൽ ലൈൻ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്തത് കൊണ്ട് ആംഗിൾ എസും 90 ഡിഗ്രി. അതുപോലെ ഇവിടെയും രണ്ട് പാരലൽ ലൈനാണ് തന്നിട്ടുണ്ട്, ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്തുകൊണ്ട് ഇത് കണ്ടും എന്താണ് സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അല്ലാതെ ഈ മെത്തേഡ് വെച്ചിട്ടും നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പാരലലോഗ്രാം ആണല്ലേ പഠിച്ചത്. നമ്മൾ ട്രപ്പീസിയം പഠിച്ചു, കൈറ്റ് പഠിച്ചു, പാരലലോഗ്രാം. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും അല്ല, ഒരു പെയർ ഓഫ് എന്താണ് പാരലൽ സൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക. കൈറ്റില് അടുത്തടുത്തുള്ള സൈഡ്സ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലെ. ഇനി പാരലലോഗ്രാമില് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, പിന്നെ അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ ഇതൊക്കെ പഠിക്കുക, അതിന്റെ പ്രോബ്ലംസ് നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്ത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഹൈ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ട്രപ്പീസിയം എന്താന്ന് പറഞ്ഞിരുന്നു, അതുപോലെ പാരലലോഗ്രാം എന്താന്ന് പറഞ്ഞിരുന്നു, ദെൻ കൈറ്റ് എന്തായിരുന്നു. ട്രപ്പീസിയം എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാം ഒരു പെയർ ആയിരിക്കും പാരലൽ സൈഡ്സ് അല്ലെ. അപ്പൊ നമ്മളെ ട്രപ്പീസിയത്തിന്റെ ഫിഗർ ഇങ്ങനെ വരും അല്ലെ. ഇതൊരു ട്രപ്പീസിയമാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, ഇതിന്റെ ഒരു പെയർ മാത്രമാണ് ഇതിന് പാരലൽ ആയിട്ടുള്ളത് അല്ലെ. വൺ പെയർ ഓഫ് പാരലൽ സൈഡ്സ്, അതായിരുന്നു നമ്മൾ ട്രപ്പീസിയത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പാരലലോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു നമ്മൾ പാരലലോഗ്രാമിൽ പറഞ്ഞിരുന്നത്? പാരലലോഗ്രാമില് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ദെൻ അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, അതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കൈറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പൊ കൈറ്റ് ഇങ്ങനെയാണ് നമ്മളെ കൈറ്റ് എങ്കിൽ എന്താണ് അതിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആണ് ഈക്വൽ അല്ലെ. അടുത്തടുത്തുള്ള സൈഡ്സ് ആയിരിക്കും കൈറ്റിൻ്റെത് ഈക്വൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് സം സ്പെഷ്യൽ പാരലലോഗ്രാംസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ച് സ്പെഷ്യൽ പാരലലോഗ്രാംസ് ഉണ്ട്, അതൊക്കെ ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റോംബസ്. എന്താ റോംബസ് എന്ന് പറഞ്ഞാല്? വി ഒബ്റ്റെയിൻ എ റോംബസ് which we can see as a parallelogram. Rhombus എന്താ? ഒരു പാരലലോഗ്രാം ആണ്. as a special case of kite. Rhombus കൈറ്റിന്റെ ഒരു സ്പെഷ്യൽ കേസുമാണ്, which is not a parallelogram. but kite എന്തല്ല? പാരലലോഗ്രാം അല്ല. റോംബസ് എന്താ? ഒരു പാരലലോഗ്രാം ആണ്. റോംബസ് എങ്ങനെ പാരലലോഗ്രാം ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം. സൈഡ്സ് ഓഫ് റോംബസ് ആർ ഓൾ ഓഫ് സെയിം ലെങ്ത്. റോംബസിന്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓൾ സൈഡ്സ് ഓഫ് റോംബസ് ആർ ഈക്വൽ. ഏതിന്റെ പോലെ? സ്ക്വയറിന്റെ പോലെ. സ്ക്വയർ എങ്ങനെയല്ലേ? എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ? അതുപോലെ റോംബസിന്റെയും എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് നോട്ട് ദ കേസ് വിത്ത് ദ കൈറ്റ്. ബട്ട് കൈറ്റിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണോ? അല്ല. നമുക്കറിയാം കൈറ്റിൽ അഡ്ജസന്റ് സൈഡ്സ് ആണ് ഈക്വൽ. ഓക്കെ, റോംബസിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, കൈറ്റിൽ അഡ്ജസന്റ് സൈഡ്സ് ആണ് ഈക്വൽ. അപ്പൊ എ റോംബസ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. കണ്ടോ, ഇതാണ് നമ്മുടെ റോംബസ്. റോംബസിൽ കണ്ടോ എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. Okay, all sides are equal. Since the opposite sides of a rhombus have the same length, it is also a parallelogram. അങ്ങനെയാണ് റോംബസ് പാരലലോഗ്രാം ആവുക. പാരലലോഗ്രാമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ. നമ്മളെ പാരലലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാരലലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, റോംബസിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് റോംബസ് ഈസ് എ പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ പോലെ തന്നെ റോംബസിലും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ റോംബസ് ഇന്ന് എന്തിന്റെ പ്രോപ്പർട്ടി ഉണ്ട്? പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ എ പാരലലോഗ്രാം. റോംബസ് എന്താ? ഒരു പാരലലോഗ്രാം ആണ്. സോ എ റോംബസ് ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ പാരലലോഗ്രാം ആൻഡ് ഓൾസോ ദാറ്റ് ഓഫ് എ കൈറ്റ്. കൈറ്റിന്റെ പ്രോപ്പർട്ടി ഉണ്ട്, പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടി ഉണ്ട്.
ഓക്കെ, കൈറ്റിന്റെ പ്രോപ്പർട്ടി എന്താ? അഡ്ജസന്റ് സൈഡ്സ് ആർ ഈക്വൽ. അടുത്തടുത്തുള്ള സൈഡ്സ് ആണ് കൈറ്റിൽ ഈക്വൽ. ഈ രണ്ട് സൈഡ്സും. അപ്പൊ റോംബസിൽ നോക്കുക, അടുത്തടുത്തുള്ള സൈഡ്സും ഈക്വൽ അല്ലേ? കാരണം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് അഡ്ജസന്റ് സൈഡ്സും ഈക്വൽ ആണ് നമുക്ക് പറയാ. സോ റോംബസ് ഈസ് ഓൾസോ എ കൈറ്റ്. ഇനി എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ് നമുക്ക് പറയാ. സോ റോംബസ് ഈസ് എ സ്പെഷ്യൽ പാരലലോഗ്രാം. അതുകൊണ്ട് റോംബസ് പാരലലോഗ്രാമുമാണ്, റോംബസ് കൈറ്റുമാണ്. കൈറ്റില് അഡ്ജസന്റ് സൈഡ്സ് ആണ് ഈക്വൽ, പാരലലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ. അപ്പം റോംബസിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ്, അതിന്റെ അഡ്ജസന്റ് സൈഡ്സും ഈക്വൽ ആണ്. സോ റോംബസ് ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ പാരലലോഗ്രാം ആൻഡ് ഓൾസോ all the properties of kite. Okay. The most useful property of a rhombus is that of its diagonal. ഇനി റോംബസിന്റെ ഡയഗണൽ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. റോംബസിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതുകൊണ്ട് റോംബസ് ഒരു കൈറ്റ് ആണെന്ന് പറയാ, റോംബസ് ഒരു പാരലലോഗ്രാം ആണെന്ന് നമുക്ക് പറയാം. ഇനി വാട്ട് അബൌട്ട് ദ ഡയഗണൽസ് ഓഫ് എ റോംബസ്? ഇനി റോംബസിന്റെ ഡയഗണൽ എങ്ങനെയായിരിക്കും? ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ perpendicular bisectors of one another. പാരലലോഗ്രാമിന്റെ ഡയഗണൽ എന്തായിരുന്നു? ബൈസെക്ട് ഈച്ച് അതർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആംഗിളിന് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിലോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് അല്ലെ ഡയഗണൽ. അപ്പൊ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്നാണ് നമ്മൾ പഠിച്ചത് പാരലലോഗ്രാമിൽ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈ ഡയഗണൽ ഇപ്പൊ ഇത് ABCD എന്ന് പറഞ്ഞതാണ് നമ്മുടെ പാരലലോഗ്രാം. അതിന്റെ BD എന്ന് പറഞ്ഞ ഡയഗണലും AC എന്ന് പറഞ്ഞ ഡയഗണലും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് O ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AO ഈസ് ഈക്വൽ ടു OC. അതുപോലെ OB ഈസ് ഈക്വൽ ടു OD. ഇങ്ങനെ ആവുമ്പോഴല്ലേ നമ്മളിത് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറയാം. ഈ ഒരു ഡയഗണലിനെ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ AOയും OCയും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് AO 5 ആണെങ്കിൽ OCയും 5 ആയിരിക്കും. അതുപോലെ BO 6 ആണെങ്കിൽ നമുക്ക് പറയാം DOയും 6 ആയിരിക്കും. അതാണ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരുന്നു പറഞ്ഞത്. ഇവിടെ നമുക്ക് റോംബസിന്റെ ഡയഗണൽ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ റോംബസിന്റെ ഡയഗണൽ? ബൈസെക്ട് ഈച്ച് അതർ മാത്രമാണോ? അല്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ. ഓർത്ത് വെക്ക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ബൈസെക്റ്റും ചെയ്യും, 90 ഡിഗ്രിയും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ എന്ന് പറയാൻ പറ്റും. അപ്പൊ റോംബസിന്റെ ഡയഗണൽ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റോംബസ്. ഓക്കെ, റോംബസ് ABCD എന്ന് പറഞ്ഞ റോംബസ് ആണ് കേട്ടോ. ABCD എന്ന് പറഞ്ഞ റോംബസ് ആണ്. എന്നിട്ട് റോംബസ് ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോറി, ഇതൊരു പാരലലോഗ്രാം ആണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു പാരലലോഗ്രാം റോംബസ് ആക്കിയിട്ട് അതിന്റെ ഡയഗണൽസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നോക്കാം. ABCD ഈസ് എ റോംബസ്. യെസ്, ഇതൊരു റോംബസ് തന്നെയാണ് കേട്ടോ. ഇത് റോംബസ് ആണ് ABCD. ഓക്കെ, therefore it is a parallelogram too. നമുക്കറിയാം അത് പാരലലോഗ്രാമും ആയിരിക്കും. റോംബസ് ആണെങ്കിൽ അതെന്തായാലും പാരലലോഗ്രാം ആയിരിക്കുമല്ലോ. റോംബസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ പാരലലോഗ്രാം ആണല്ലോ. കാരണം റോംബസിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, പാരലലോഗ്രാമിലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണെന്ന് പറയും. സോ ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. അപ്പൊ ABCD എന്ന് പറഞ്ഞത് ഒരു റോംബസുമാണ്, ഒരു പാരലലോഗ്രാമുമാണ്. ഓക്കെ, ഈ പാരലലോഗ്രാം ആണെങ്കിൽ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഡയഗണലായ ACയും ഡയഗണലായ BDയും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദിസ് ഈസ് എ പാരലലോഗ്രാം. ഇതൊരു പാരലലോഗ്രാം ആണ്. റോംബസ് ആയതുകൊണ്ട് പാരലലോഗ്രാമുമാണ്. അതുകൊണ്ട് അതിന്റെ പാരലലോഗ്രാം ആയതുകൊണ്ട് അതിന്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? OA ഈസ് ഈക്വൽ ടു OC. Then OB is equal to OD. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണെങ്കിൽ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ഇവിടെ നമ്മൾ എഴുതിയത്. OA is equal to OC and OB is equal to OD.
ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ബൈസെക്ട് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി കിട്ടി, കാരണം ഇതൊരു പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കിട്ടി, ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് റോംബസിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ട് ആണെന്ന് കാണിക്കണം. ദാറ്റ് മീൻസ് അതെന്താ 90 ഡിഗ്രി, അതിന്റെ ഈ ആംഗിൾസ് എന്താണ് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം, എന്നാലേ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവുള്ളൂ. ഓക്കെ, വി ഹാവ് ടു ഷോ ദാറ്റ് ഈ ആംഗിൾ AODയും ആംഗിൾ CODയും 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. കാരണം നമ്മൾ ഇത് രണ്ടും മാത്രം എടുക്കുന്നതിന്റെ കാരണം എന്താ? നമ്മൾ ആകെ എടുക്കുന്നത് ഇത് പ്രൂവ് ചെയ്യാന്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യാന് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ AODയും ട്രയാങ്കിൾ CODയും ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും 90 ഡിഗ്രി ആണെന്ന് കാണിക്കണം. വി വാണ്ട് ടു ഷോ ദാറ്റ് ആംഗിൾ AOD ഈസ് ഈക്വൽ ടു ആംഗിൾ COD വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. രണ്ടും 90 ഡിഗ്രി ആണെന്ന് കാണിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? It can be seen that by SSS congruency criterion, triangle AOD, നമ്മൾ ഇവിടെ എടുക്കുന്ന ട്രയാങ്കിൾ AODയും ട്രയാങ്കിൾ CODയുമാണ്. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും. ഓക്കെ, അപ്പൊ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഏതൊക്കെ ഈക്വല്? ഈ ട്രയാങ്കിൾ AODയിലും ട്രയാങ്കിൾ CODയിലും നമുക്ക് നോക്കാം AOയും OCയും ഈക്വൽ ആണ് അല്ലെ. AO ഈസ് ഈക്വൽ ടു OC. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. പിന്നെ ഏതാ ഈക്വൽ? OD ഈസ് ഈക്വൽ ടു OD. രണ്ട് ട്രയാങ്കിളിലും OD ഇല്ലേ? OD ഈസ് ഈക്വൽ ടു OD കോമൺ ട്രയാങ്കിൾ ആണ്. ദെൻ ഇനി ഏതാ സൈഡ്സ്? ഇനി നമുക്കറിയാം പാരലലോഗ്രാം ഇതൊരു റോംബസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. റോംബസിൽ എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ ഉണ്ടാവുക, അതുകൊണ്ട് ഈ ADയും ഈ DCയും ഈക്വൽ അല്ലേ? യെസ്, AD ഈസ് ഈക്വൽ ടു DC. അപ്പം 3 സൈഡ്സ്, ഈ രണ്ട് ട്രയാങ്കിളിലും 3 സൈഡ്സ് ഈക്വൽ ആണ്. സോ ബൈ SSS congruency rule we can say that triangle AOD congruent to triangle COD. ഈ ട്രയാങ്കിൾ AODയും ട്രയാങ്കിൾ CODയും കോൺഗ്രുവന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. കോൺഗ്രുവന്റ് ആയാൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കൂലേ? ബൈ CPCT, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ, ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ AODയും ആംഗിൾ CODയും ഈക്വൽ ആണ് നമുക്ക് പറയാം. ഈക്വൽ ആണെന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതിയോ? അല്ല, നമുക്ക് അത് രണ്ടും 90 ഡിഗ്രി ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ബൈ SSS കോൺഗ്രുവൻസി ക്രൈറ്റീരിയൻ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ്. ബൈ AO is equal to CO, AD is equal to CD, OD is equal to OD. കണ്ടോ? OD is equal to OD, AD is equal to DC, AO is equal to CO. AO equal to CO എന്ന് പറഞ്ഞാലും OC എന്ന് പറഞ്ഞാലും ഒക്കെ ഈക്വൽ ആണ്. അതുകൊണ്ട് ബൈ CPCT ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി, കോൺഗ്രുവന്റ് ആയതുകൊണ്ട്. ഇനി ആംഗിൾ AODയും ആംഗിൾ CODയും ലീനിയർ പെയർ ഫോം ചെയ്യുന്നില്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിൾ ആണ് ലീനിയർ പെയർ, 180 ഡിഗ്രി ആയിരിക്കും അല്ലെ? സ്ട്രെയിറ്റ് ലൈൻമേൽ ഉണ്ടാവുന്ന ആംഗിള്. അപ്പം ഈ AOC എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അതുമേല് ഉണ്ടാവുന്ന ആംഗിൾ അല്ലേ ഇത്? അപ്പൊ ഇതൊരു ലീനിയർ പെയർ അല്ലേ? യെസ്, ഇതാണ് നമ്മളെ AOC. ഇവിടെയുള്ള ആംഗിള് ലീനിയർ പെയർ 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഏത്? ആംഗിൾ AODയും ആംഗിൾ CODയും ഈക്വൽ ആണ്. രണ്ടിന്റേതും കൂടെ 180 ഡിഗ്രി ആണെങ്കിൽ ഒന്നിന്റേത് 90 അല്ലേ ഉണ്ടാവുക? 180ന്റെ ഹാഫ് 90 അല്ലേ? അപ്പം ഇതും 90 ഡിഗ്രി ആയിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മളെ ആംഗിൾ AOD ഈസ് ഈക്വൽ ടു ആംഗിൾ COD വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇവിടെ പ്രൂവ് ചെയ്തത്? നമ്മളെ റോംബസില് എന്താ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ക്ലിയർ? അപ്പം നമ്മളെ റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ അതിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ ആണ്. അതെങ്ങനെയായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്തത്? ആദ്യം നമ്മൾ ABCD എന്ന് പറഞ്ഞ ഒരു റോംബസ് എടുത്തു. ആ റോംബസ് എന്താ? ഒരു പാരലലോഗ്രാമും കൂടെയാണ്. കാരണം എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ പാരലലോഗ്രാം ടു. ഓക്കെ, അപ്പൊ ഇതൊരു പാരലലോഗ്രാമും കൂടെയാണ്.
ഇനി നമുക്കറിയാം പാരലലോഗ്രാമിൽ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഡയഗണൽസും ബൈസെക്ട് ഈച്ച് അതർ ആണ്. Then now we want to show that it is perpendicular bisectors of one another. So we take two triangles, triangle AOD and triangle DOC. രണ്ട് ട്രയാങ്കിൾസ് എടുത്തു, ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു ബൈ SSS കോൺഗ്രുവൻസി റൂൾ അല്ലെ. AO is equal to OC ആണ്, AD is equal to DC ആണ്, OD is equal to OD ആണ്. അപ്പൊ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ ബൈ CPCT അതിന്റെ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കൂലേ. അപ്പൊ ആംഗിൾ AOD is equal to ആംഗിൾ DOC. പിന്നെ ആംഗിൾ AODയും ആംഗിൾ DOCയും 90 ഡിഗ്രിയാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്നാലേ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ ആണ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കറിയാം ആംഗിൾ നമ്മളെ AOC ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതൊരു ലീനിയർ പെയർ ആണ് അല്ലെ. സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാവുന്ന ആംഗിൾ 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ ഒന്ന് 90 ഡിഗ്രി ആയിരിക്കും, മറ്റേതും 90 ഡിഗ്രി ആയിരിക്കും. സോ വി പ്രൂവ്ഡ് ദാറ്റ് diagonals of rhombus are perpendicular bisectors of one another. Okay, അപ്പം റോംബസിന്റെ ഡയഗണൽസ് മറക്കരുത്, അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ ആണ്. Then RICE, RICE is a rhombus. ഇവിടെ RICE ഒരു റോംബസ് തന്നിട്ടുണ്ട്. We want to find the value of X, Y, Z. Xന്റെയും Yന്റെയും Zന്റെയും വാല്യൂ കാണണം. അപ്പൊ നമുക്ക് എന്തൊക്കെയാ തന്നത്? ഇതൊരു റോംബസ് ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് നമുക്കറിയാം. അതുപോലെ നമുക്കറിയാം ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ. ബൈസെക്ട് ചെയ്യുന്നുണ്ട്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെ കാണും? നമുക്കറിയാം എക്സ് കാണാൻ ഒന്നുമില്ല, സിമ്പിൾ ആണ് അല്ലെ. EI ഡയഗണൽ ആണ്. EI ഡയഗണൽ ആണെങ്കിൽ ഇത് EO is equal to OI അല്ലേ, ബൈസെക്ട് ചെയ്യുന്നില്ലേ? അപ്പം EO is equal to OI. ബൈസെക്ട് ചെയ്യുന്നുണ്ട്, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അതുകൊണ്ട് OI 5 ആണ്. അങ്ങനെയാണെങ്കിൽ EO X ആണ്. X is equal to 5 അല്ലേ. EI എന്ന് പറഞ്ഞത് ഒരു ഡയഗണൽ ആണ്. ഡയഗണലിനെ നമുക്ക് 2 ഹാഫ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് EO is equal to OI, X is equal to 5. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി വൈന്റെ വാല്യൂ കിട്ടാൻ നമുക്കറിയാം CR ഒരു ഡയഗണൽ ആണ്. ഇവിടെ EI ഡയഗണൽ ആയതുപോലെ CRും എന്താണ്? ഡയഗണൽ ആണ്. CR ഡയഗണൽ ആണെങ്കിൽ ആ ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ അല്ലേ. ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ CO is equal to OR ആണെന്ന് പറഞ്ഞൂടെ. CO എന്താ? 12 അല്ലേ. 12 is equal to OR എന്താ? Y. So Y is equal to 12. അപ്പൊ Yന്റെ വാല്യൂ എന്ത് കിട്ടി? 12 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്തും കൂടെ കണ്ടാൽ മതി, Z കാണണം. Z എന്താ തന്നത്? RI എന്ന് പറഞ്ഞ ഒരു സൈഡ് ആണ്. റോംബസ് ആണ് നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. റോംബസിൽ എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ. അതുകൊണ്ട് റോംബസിൽ EC is equal to CI is equal to RI is equal to ER അല്ലേ. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ERന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട് 13. ER 13 ആണെങ്കിൽ നമ്മൾ RI ആയ സെറ്റും 13 ആയില്ലേ. അപ്പൊ RI എന്ന് പറഞ്ഞാൽ Z ആണ്, ER എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പൊ Z is equal to 13 കിട്ടി. അപ്പൊ നമ്മൾ എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെയും വാല്യൂസ് കണ്ടുപിടിച്ചു. സിമ്പിൾ അല്ലേ. അപ്പൊ എന്താ ചെയ്യാ, എല്ലാ ഫിഗറിന്റെ പ്രോപ്പർട്ടീസും പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കറിയാം ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ് അല്ലെ. പെർപെൻഡിക്കുലർ ബൈസെക്ട് എന്ന് പറയുമ്പോൾ ബൈസെക്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ 5 ആണ്, വൈന്റെ വാല്യൂ 12 ആണ്, സെറ്റിന്റെ വാല്യൂ 13 ആണ്. ഓക്കെ, അപ്പം നമ്മൾ എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെയും വാല്യൂ കണ്ടുപിടിച്ചു.